എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ ആഴ്ചയിലെ ന്യൂസ് അപ്ഡേറ്റ്സ് വീഡിയോസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹരികൃഷ്ണൻ. യെസ്, നമുക്ക് ഇത്തവണ കുറച്ച് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ന്യൂസ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതെല്ലാം തന്നെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞാൽ എനിക്കറിയാം, നമ്മുടെ ഓരോരുത്തരും സമയം വിലപ്പെട്ടാണ്. അപ്പോൾ നേരെ നമുക്ക് തുടങ്ങിക്കളയാം. സോ ആദ്യം തന്നെ നമ്മളൊരു ശോകം ന്യൂസ് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനകത്ത് എടുത്ത് പറയേണ്ടത് തന്നെയാണ് ഡെഡ്പൂളിന്റെ ക്രിയേറ്ററായിട്ടുള്ള ബോബ് ലൈഫീൽഡ് ഒരു വലിയൊരു അക്യൂസേഷൻ കെവിൻ ഫീജിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പുള്ളിക്കാരൻ ഇനി ഒരിക്കലും MCU-നകത്ത് വർക്ക് ചെയ്യാൻ പോകുന്നില്ല, ഒരു പ്രൊജക്റ്റിലും വർക്ക് ചെയ്യില്ല എന്നുള്ളൊരു കാര്യമാണ് പുള്ളിക്കാരൻ റീസെൻ്റിലുള്ള ഇൻ്റർവ്യൂവിനകത്ത് പറഞ്ഞത്. അതിനകത്തുള്ള ഏറ്റവും വലിയ റീസൺ എന്താണെന്ന് വെച്ചാൽ കെവിൻ ഫീജി കോമിക് ബുക്ക് ക്രിയേറ്റേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്നത് ഭയങ്കര മോശമായിട്ടാണെന്ന് തന്നെയാണ് ബോബ് എന്താണെങ്കിലും പറയുന്നത്. കാരണം പുള്ളിക്കാരനെ ഒരു ഇൻ്റർവ്യൂവിനകത്താണെങ്കിലും ഒരു എന്താ പറയുക റെഡ് കാർപ്പറ്റ് ഇവൻറ്റിലൊക്കെ ആണെങ്കിലും പുള്ളിക്കാരനെ അവർ ഭയങ്കര നല്ല രീതിയിൽ തന്നെ അവോയ്ഡ് ചെയ്തു എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കണേ. സോ ആസ് ഒരു ക്രിയേറ്റർ അങ്ങനെ ഒരു അതായത് നമ്മളെ എന്താ പറയുക നമ്മളെ വിളിക്കാതെ ബാക്കിയുള്ളവരെ മാത്രം ഒരു ഇവൻറ്റിലേക്ക് വിളിക്കും. നമുക്ക് ആർക്കാണെങ്കിലും എന്താണെങ്കിലും നല്ല രീതിയിൽ തന്നെ ദുഃഖം തോന്നാൻ സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. അത് തന്നെയാണ് ബോബ് ഈ ഒരു ഇൻ്റർവ്യൂവിനകത്തും ആക്ച്വലി പുള്ളിക്കാരൻ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് ഞാൻ ഇനി ഒരിക്കലും മാർവലിലേക്ക് തിരിച്ചു വരില്ലെന്നാണ് ബോബ് പറയുന്നത്. എനിക്കത് ഭയങ്കര വലിയൊരു നഷ്ടമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കെവിൻ ഫീജി കുറച്ചും കൂടി ആൾക്കാരെ മനസ്സിലാക്കി അവർക്ക് വേണ്ട കാര്യങ്ങളിൽ നല്ല രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യണമെന്ന് മാത്രമാണ് എനിക്കും പറയാനുള്ളത്. സോ ഇനി കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് 2 പ്രധാനപ്പെട്ട ട്രെയിലേഴ്സ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് എടുത്ത് പറയേണ്ട തന്നെ ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സിന്റെ നമുക്ക് ട്രെയിലർ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഓവറോൾ കമ്പൈൻ സോഷ്യൽ മീഡിയ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ 200+ മില്യൺ ആയിരുന്നു ആക്ച്വലി ആ ഒരു ഫസ്റ്റ് ട്രെയിലറിനകത്ത് കിട്ടിയിട്ടുണ്ടായിരുന്ന ടോട്ടൽ വ്യൂസ്. പക്ഷേ യൂട്യൂബിലേക്ക് മാത്രം നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ 18 മില്യൺ ആണ് ഇതുവരെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ള വ്യൂസ്. പക്ഷേ എന്താ സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർവലിൻ്റെ അതായത് ഒരു പുതിയൊരു സിനിമ ഇറങ്ങുമ്പോഴത്തേക്കും യൂട്യൂബിൽ മാത്രം 18 മില്യൺ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കുറവായിട്ട് തന്നെയാണ് നമുക്ക് ആക്ച്വലി ചാർട്ട് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിഞ്ഞേക്കണേ. യെസ്, കമ്പൈൻ ആയിട്ട് 200 മേളിൽ കിട്ടി, പക്ഷെ അത് കമ്പൈൻ ആയിട്ടാണ്. യൂട്യൂബിൽ മാത്രം യൂഷ്വലി അതായത് മാർവൽ ഒരു പുതിയൊരു ട്രെയിലർ ഇറക്കുവാണെങ്കിൽ അവർക്ക് എന്താണ് ഒരു 30 മില്യന് മേളിലാണ് വ്യൂസ് കിട്ടും നമ്മൾ കണ്ടിട്ടുള്ളത്. സോ അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ ആൾക്കാരുടെ ഇൻട്രസ്റ്റ് കുറച്ചും കൂടി താഴത്തേക്ക് പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിനെക്കുറിച്ച് നമ്മളൊരു ഫുൾ ഫ്ലെജ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ക്യാപ്റ്റൻ അമേരിക്കയുടെ പുതിയ ഇറങ്ങാൻ പോകുന്ന സിനിമയെക്കുറിച്ചും. അതുകൂടാതെ തന്നെ ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ കാര്യങ്ങളൊക്കെ മാർവൽ അത്യാവശ്യം പേടിച്ചിരിക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാനിവിടെ മെൻഷൻ ചെയ്തേക്കാം, നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്ന തന്നെയാണ്. എന്നിട്ട് നിങ്ങളുടെ ജെനുവിൻ ആയിട്ടുള്ള ഒപ്പീനിയൻ നിങ്ങൾക്ക് ഞാനായിട്ട് പങ്കുവെക്കാവുന്ന തന്നെയാണ്. ആൻഡ് ഇനി അത് പറയുമ്പോൾ തന്നെ എടുത്ത് പറയേണ്ടത് ഫാന്റാസ്റ്റിക് ഫോർ മാത്രമല്ല, നമുക്ക് ജുറാസിക് വേൾഡ് റീബർത്തിൻ്റെ ഒരു ട്രെയിലറും കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. സ്കാർലറ്റ് ജോഹാൻസൺ ആണ് ഇതിനകത്ത് മെയിൻ ക്യാരക്ടറിൽ നമുക്ക് കാണാൻ കഴിഞ്ഞേക്കണേ. ആൻഡ് ഈ സിനിമ കുറച്ചും കൂടി ഹെവിലി ഫോക്കസ് ചെയ്തേക്കുന്നത് അതായത് ജനറ്റിക്കലി മോഡിഫൈ ചെയ്തിട്ട് ഉള്ള കുറേ ഡൈനോസേഴ്സ്, അതായത് പ്രോട്ടോടൈപ്പ് ആയിട്ടുള്ള ഡൈനോസേഴ്സിൻ്റെ ഐലൻഡിലേക്ക് ഇവർ പോകുന്നതും അതിൻ്റെ DNA എക്സ്ട്രാക്ട് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് എന്താണെങ്കിലും ഈ ഒരു ട്രെയിലറിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ കൂടി വെറൈറ്റി ആയിട്ടുള്ള ഡൈനോസേഴ്സിനെ കാണാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആൻഡ് അത് കൂടാതെ തന്നെ സത്യം പറഞ്ഞാൽ ബാക്കിയുള്ള സിനിമയുടെ ഒരു സീക്വൽ എന്നുള്ള രീതിയിലാണ് ഇത്. മൊത്തത്തോടെ ഒരു റീബൂട്ട് അല്ല. ബാക്കിയുള്ള സിനിമ അതായത് ജുറാസിക് വേൾഡ് ആണെങ്കിലും പാർക്കിൻ്റെ ആണെങ്കിലും ഒരു കംപ്ലീറ്റ് ഒരു സീക്വൽ എന്നുള്ള രീതിയിലാണ് നമുക്കിതിപ്പോൾ കാണാൻ കഴിയുന്നത് തന്നെ. ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നോ റീബർത്തിൻ്റെ ട്രെയിലർ? അതിൻ്റെയും എല്ലാത്തിൻ്റെയും റിയാക്ഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാനിവിടെ കൊടുത്തേക്കാം, സോ നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്ന തന്നെയാണ്. സോ ഈ 2 ട്രെയിലേഴ്സാണ് നമുക്ക് മേജർലി കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് നിങ്ങൾ ഏത് പടത്തിനാണ് ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. സോ ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും റീസെൻ്റ്ലി ഒരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ ഒരു ട്രെയിലേഴ്സിനകത്താണെങ്കിലും ഒരു പോസ്റ്റേഴ്സിനകത്താണെങ്കിലും മാർവൽ AI ജനറേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് യൂസ് ചെയ്യാൻ പോകുന്നില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കണേ. അവരുടെ ടീമായിട്ട് ഈ ഒരു കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് എന്തൊരു കാര്യങ്ങളാണെങ്കിലും അവർ ആക്ച്വലി ക്രിയേറ്റേഴ്സിനെ വെച്ച് ഉണ്ടാക്കി തന്നെ അവർ യൂസ് ചെയ്യാൻ പോകുന്നുള്ളൂ. AI ജനറേറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് അവരെന്താണെങ്കിൽ യൂസ് ചെയ്യാൻ പോകുന്നില്ല. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, നമുക്ക് നല്ലൊരു CGയും നല്ലൊരു കഥയുള്ളൊരു സിനിമ കിട്ടട്ടെ എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. അവർ AI യൂസ് ചെയ്യുവാണെങ്കിലും CGI യൂസ് ചെയ്യുവാണെങ്കിലും എല്ലാം തന്നെ. അത് പറയുമ്പോൾ എടുത്ത് പറയേണ്ട യെസ്, വാലന്റൈൻസ് ഡേ അടുത്തോണ്ടിരിക്കുക തന്നെയാണ്. നിങ്ങളുടെ വാലന്റൈൻസ് ഡേയുടെ പ്ലാനൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തന്നെയാണ്. നമുക്ക് ആർക്കും പ്ലാൻ ഇല്ലെങ്കിൽ തന്നെയും മാർവലിന് എന്താണെങ്കിൽ വാലന്റൈൻസ് ഡേക്ക് നല്ലൊരു പ്ലാൻ ഉണ്ട്. മറ്റൊന്നുമല്ല, നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയുടെ പുതിയ സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത് 13th ഫെബ്രുവരിയാണ്, 14th അല്ല. ഒരു ദിവസം മുമ്പ് നമുക്ക് എന്താണെങ്കിലും ഇന്ത്യയിൽ നമുക്ക് സിനിമ കാണാൻ കഴിയുന്നത് തന്നെയായിരിക്കും. ആൻഡ് നിങ്ങൾ എക്സൈറ്റഡ് ആണോ? നിങ്ങൾ ഈ ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ എന്തൊക്കെയാണ് എക്സ്പെക്ടേഷൻ? റെഡ് ഹൾക്ക് vs ക്യാപ്റ്റൻ അമേരിക്കയുടെ ഫൈറ്റ് കാണാനാണോ നിങ്ങൾ എക്സൈറ്റഡ് ആയിട്ടുള്ളത്? ആൻഡ് ഓവറോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ക്രിസ് ഇവാൻസിൻ്റെ സിനിമയല്ല നമുക്കിത്, ആൻ്റണി മേക്കിയാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയുന്നത്, നമ്മുടെ ഫാൽക്കൺ അമേരിക്കയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സോ നിങ്ങളുടെ തോട്ട്സും ഒപ്പീനിയനും എന്താണെന്നുള്ള അഭിപ്രായങ്ങളും നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നത് തന്നെയാണ്. നിങ്ങൾ ഈ ഒരു സിനിമ FDFSC കാണാൻ പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് തന്നെ. സോ ഇനി നമുക്ക് നെറ്റ്ഫ്ലിക്സിൻ്റെ ഭാഗത്തുനിന്ന് വലിയൊരു പ്ലാൻ ഇന്ത്യക്ക് വേണ്ടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനകത്ത് എടുത്ത് പറയേണ്ടത് തന്നെ 6 സിനിമകളും 13 സീരീസുകളും പിന്നെ 5 അൺസ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു ടൈറ്റിൽസുമാണ് അവർ അനൗൺസ് ചെയ്തിട്ടുള്ളത് തന്നെ. അതിനകത്ത് എടുത്ത് പറയേണ്ടത് തന്നെ ഷാറുഖ് ഖാൻ്റെ
മകനായിട്ടുള്ള ആര്യൻ ഖാൻ്റെ ബാർഡ്സ് ഓഫ് ബോളിവുഡ്, പിന്നെ സിദ്ധാർത്ഥ് ആനന്ദിൻ്റെ ജുവൽ തീഫ്, പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേറെ കുറേ റോം കോംസും സിറ്റ് കോംസും ഒക്കെ അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ആക്കിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ WWE നമുക്ക് ഫൈനലി ഹിന്ദിയിൽ അവൈലബിൾ ആയിരിക്കും എന്നൊരു കാര്യം കൂടി നമുക്ക് നെറ്റ്ഫ്ലിക്സിൻ്റെ ഭാഗത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ഒരു സ്ലേറ്റ് കണ്ടിട്ട്? ഈ പറയുന്ന 13 സിനിമകളും 13 സീരീസുകളും 6 സിനിമകളും ഒക്കെ നെറ്റ്ഫ്ലിക്സിനെ ഇന്ത്യയിൽ പോപ്പുലാരിറ്റി കൊണ്ടുവരാൻ സാധ്യതയുണ്ടോ? ഞാൻ ഇത്രയും പറയുള്ളൂ, അവർ സബ്സ്ക്രിപ്ഷൻ്റെ എന്താണെങ്കിലും കാശ് കുറച്ചേ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ അവർക്ക് പിടിച്ചേക്കാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ നമുക്ക് നോക്കാം ഈ ഒരു പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കറിയാം എന്തൊക്കെ പുതിയ കാര്യങ്ങളാണ് നെറ്റ്ഫ്ലിക്സ് ഇന്ത്യക്ക് വേണ്ടി പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത് ഈ 2025 എന്നുള്ളത് തന്നെ. നോസ്ഫെറാറ്റു എന്ന് പറഞ്ഞിട്ടുള്ള ഈ അടുത്തിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ആ ഒരു ഗോത്തിക് ഹൊറർ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡയറക്ടറായിട്ടുള്ള റോബർട്ട് ഈഗേഴ്സ് ഈ അടുത്തിടെ ഒരു ഇൻ്റർവ്യൂവിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ആ ഒരു സിനിമയെക്കാളും ഡാർക്കറായിട്ടും ഭയങ്കര ഹൊറിഫയിങ് ആയിട്ടുള്ളൊരു പ്രൊജക്റ്റാണ് ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഞാനത് നല്ല രീതിയിൽ തന്നെ എക്സൈറ്റഡ് തന്നെയാണ്. നിങ്ങൾ പ്രതീക്ഷിക്കാത്തതിനേക്കാളും ഡാർക്ക് ആയിരിക്കും, ഭയങ്കര ഹൊറിഫയിങ് ആയിരിക്കും തന്നെയാണ് റോബർട്ട് പറയുന്നത്. സോ നിങ്ങൾ എക്സൈറ്റഡ് ആണ് ഈ ഒരു പ്രൊജക്റ്റിന് വേണ്ടി എന്നുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പങ്കുവയ്ക്കാവുന്നതാണ്. സോ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് നമ്മുടെ ടോം ക്രൂസ് അണ്ണൻ്റെ ഏറ്റവും അപ്കമിങ് ആയിട്ട് വരാൻ പോകുന്ന സിനിമയായിട്ടുള്ള ഫൈനൽ റെക്കണിങ്ങിൻ്റെ നമുക്കൊരു BTS സീൻ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പുള്ളിക്കാരൻ ചെയ്യുന്ന ഒരു സ്റ്റണ്ട് കണ്ടീനെ തന്നെ നമുക്ക് പേടിയായി പോകും. കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു BTS ഫുട്ടേജ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ടോം ക്രൂസ് ആ ഒരു പ്ലെയിൻ്റെ പൊക്കത്ത് ഇരുന്നിട്ട് ആ ഒരു സ്റ്റണ്ട് ചെയ്യുന്ന ഒരു കാര്യം തന്നെ. അത് കണ്ടിട്ട് തന്നെ ആക്ച്വലി സോഷ്യൽ മീഡിയയിലുള്ള എല്ലാവരും പറയണതെന്ന് പറഞ്ഞാൽ ഇത്രയും, അതായത് ലൈഫ് ഓർ ഡെത്ത് അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് പുള്ളിക്കാരൻ ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു പിഴവുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ചത്ത്. ആ ഒരു സീനായിരുന്നു നമുക്ക് ആ ഒരു BTS കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണേ. ഞാൻ ഇത്രയും പറയുള്ളൂ, ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ പുള്ളിക്കാരൻ്റെ ആ ഒരു ഡെഡിക്കേഷൻ, സ്വന്തമായിട്ട് സ്റ്റണ്ട് ചെയ്യുന്ന ഒരു കാര്യത്തിൽ എപ്പോഴും ഞാൻ എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം ഇത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്നൊരു സ്വന്തമായി സ്റ്റണ്ട് ചെയ്യുന്ന ആക്ടറിനെ ഞാൻ കണ്ടിട്ടില്ല. ഉണ്ട്, നമ്മുടെ ജാക്കി ചാൻ ഉണ്ട്, പക്ഷേ അത് വേറൊരു ലെജൻഡറി ആയിട്ടുള്ളൊരു ആക്ടർ തന്നെയാണ്. പക്ഷെ എന്നാലും നമ്മുടെ ഹോളിവുഡിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടോം ക്രൂസിൻ്റെ ലെഗസിയെ ആർക്കും ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഈ ഫൈനൽ റെക്കണിങ് പുള്ളിക്കാൻ്റെ ആ ഒരു എഫേർട്ടിനനുസരിച്ച് ഹിറ്റ് ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിനു മുമ്പ് ഇറങ്ങിയ സിനിമ അൺഫോർച്ചുനേറ്റ്ലി ബോക്സ് ഓഫീസിൽ ഫ്ലോപ്പ് ആയിരുന്നു. അവരുടെ ആ ഒരു ബഡ്ജറ്റിൻ്റെ അത്രയും അവർക്ക് സിനിമയ്ക്ക് എത്താൻ സാധിച്ചില്ല. സോ അതുകൊണ്ട് തന്നെ ബ്രേക്ക് ഈവൻ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ആക്ച്വലി ഫ്ലോപ്പ് ആയിട്ടുള്ളൊരു സിനിമയായിരുന്നു. സോ ഫൈനൽ റെക്കണിങ് നല്ലൊരു സിനിമയാകട്ടെ എന്ന് തന്നെ നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് പ്രാർത്ഥിക്കാം. ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ഈ ആഴ്ചയുള്ള ന്യൂസ് അപ്ഡേറ്റ്സ് വീഡിയോസിനകത്ത് എനിക്ക് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനുള്ളൊരു കാര്യങ്ങൾ തന്നെ. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാപ്റ്റൻ അമേരിക്ക സിനിമ നിങ്ങൾ കാണാൻ പോകുന്നുണ്ടോ? നിങ്ങൾ വേറെ ഏതെങ്കിലും ന്യൂസിന് വേണ്ടിയിട്ട് നിങ്ങൾ എക്സൈറ്റഡ് ആണോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? വാലന്റൈൻസ് ഡേയുടെ നിങ്ങളുടെ പരിപാടികൾ എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തന്നെയാണ്. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഗൈസ്. ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വ്ളോഗ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വ്ളോഗ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്ന തന്നെയാണ് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത്. ആൻഡ് നമുക്ക് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ പറയാവുന്നത് തന്നെയാണ്. കമൻസിലെല്ലാം ഞാൻ റിപ്ലൈ ചെയ്യാറുള്ളത് തന്നെയാണ്. നിങ്ങളുടെ എന്തെങ്കിലും കണ്ടന്റ് ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നത് തന്നെയാണ്. സോ ഇത്രയും കാര്യങ്ങളെ പറയുന്നത് കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഗൈസ്. സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം. സീ യു ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്.